തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നഗരസഭയിൽ കൗൺസിൽ യോഗം ചേരുന്നതിന് വേണ്ടി കഴിയുന്നില്ല. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുവാനെത്തുന്ന കൗൺസിലർമാർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ വളരെ മോശം ആയിട്ടുള്ള കാര്യമാണ് നഗരസഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നഗരഭരണ അധികാരത്തിൽ വന്ന അവസരത്തിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും ഒരു മാസത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ പോലെ ആക്കി തീർക്കുമെന്നൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നിപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുടിവെള്ളം കിട്ടുന്നില്ല, മലിനജലത്തിൻ്റെ ബുദ്ധിമുട്ട്, പേപ്പട്ടിയുടെ ശല്യം, ഗാർബേജ് ശുചീകരണം ശരിക്കും നടക്കുന്നില്ല. കോർപ്പറേഷൻ ഓഫീസിൽ ചെല്ലുന്നവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് കഴിയുന്നില്ല. കരാറുകാർ പ്രവർത്തനം എടുക്കുന്നില്ല, കരാറുകാർക്ക് കൊടുക്കേണ്ട കാശ് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു നഗരസഭ എന്നുള്ള നിലയിൽ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മേയർ എന്നുള്ള നിലയിൽ മുൻകൈ എടുത്തുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഒരു മേയർക്ക് യോജിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിലർമാരോട് വൈരാഗ്യത്തോടുകൂടി പെരുമാറി തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ തൻ്റെ രാഷ്ട്രീയം ഇല്ലാത്തവരെ വളരെ പൈശാചികമായി മർദ്ദിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. LDF കൗൺസിലർമാരെ തല്ലിച്ചതച്ചു. വളരെ ഗുരുതരമായി തന്നെ ഒരു 1/2 ഡസനോളം വരുന്ന കൗൺസിലർമാർ ആശുപത്രിയിലും വീടുകളിലും കഴിയുകയാണ്. ഇന്നിപ്പോൾ UDFൻ്റെ കൗൺസിലർമാരെ തല്ലിച്ചതച്ചു. അങ്ങനെ അവരും ഇന്നിപ്പോൾ ആശുപത്രിയിലാണ്. എന്ന് മാത്രമല്ല, അറ്റൻഡൻസ് ബുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. രേഖയുടെ മുഴുവൻ കസ്റ്റോഡിയൻ മേയറാണ്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് അറ്റൻഡൻസ് ബുക്ക് എന്ന് പിടിച്ചു വാങ്ങി വലിച്ചു കീറി കളയുന്ന സാഹചര്യം ഉണ്ടായി. ഇത് മേയർ അറിയാതെ നടക്കില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം മേയറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം ഞങ്ങളിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ്. നഗര വികസനം സ്തംഭനാവസ്ഥയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് അന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചടങ്ങ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് തയ്യാറായി. പക്ഷേ അന്ന് അനുസരിച്ചില്ല. ഇന്ന് കോടതിയുടെ വിധിയുടെ പ്രകാരം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം സൂതൻ എന്ന് പറയുന്ന കാപ്പക്കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ്. അതിന് 2 ജാഥകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ 2 ജാഥകൾ തിരുവനന്തപുരം നഗരത്തിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നഗരത്തിലെ വീടുകളിൽ ഹൗസ് ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വാഴോട്ടുണം വാർഡിൽ അവിടെ ആ വീട് വീടാന്തരം കയറി അവിടെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ കോടതിയിൽ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയുടെ മുന്നിൽ 3 മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള സമരം ഞങ്ങൾ തുറന്ന് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഗുണ്ടാരാജിനെ, ഈ നഗരസഭ ചർച്ചത്തിലില്ലാത്ത രൂപത്തിലുള്ള ഈ ഗുണ്ടാരാജ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇടപെടണമെന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു.